അങ്ങനെ കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി കറി വെച്ച് നോക്കിയാലോ കൂട്ടുകാരെ. ഇത് ആരോഗ്യത്തിനൊക്കെ വളരെ ഉത്തമമാണ്, വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. ഇതെന്താണെന്നല്ലേ, മുരിങ്ങയില കറി വെച്ചതാണ്, മുരിങ്ങയില കറിയാണിത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. മുഴുവനും കാണണേ കൂട്ടുകാരെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമ്പിയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് എൻ്റെ കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അടർത്തി വൃത്തിയാക്കി കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചേക്കുകയാണ് മുരിങ്ങയില. അപ്പോൾ ഈ മുരിങ്ങയില നമുക്ക് തേങ്ങ അരച്ചൊന്ന് കറി വെച്ചാലോ കൂട്ടുകാരെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാനിവിടെ കുറേ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജീരകമുണ്ട്, ഉള്ളിയുണ്ട്, സവാളയുണ്ട്, മഞ്ഞളും ഉപ്പും കൂടെ നമുക്കിടണം. മഞ്ഞൾ ഇട്ടില്ല ഞാൻ, മഞ്ഞളും കൂടെ നമുക്കിടണം. എന്നിട്ട് നല്ല പേസ്റ്റ് മാതിരി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇവത്തിലേക്ക് നമുക്ക് അരയാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിക്കാം. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. എൻ്റെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ കൂട്ടുകാരെ, കടുക് പൊട്ടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് എൻ്റെ കയ്യിൽ ഉണക്കമുളകില്ല, ഇപ്പം മുളക് പൊടിച്ചാണ്, ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം, ഇളക്കാം. ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. മുരിങ്ങയില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇത് ഒരുപാടങ്ങ് വെന്ത് പോകുകയൊന്നും വേണ്ട, ഒരുമാതിരി ഒന്നും. ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഇതാകും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഉപ്പ് ഒത്തിരി ആകരുത്, ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ഇടാം. അപ്പോൾ ഇതിപ്പം തന്നെ ഒരുമാതിരി ഒരുമാതിരി ഇങ്ങനെ വാടി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് നമുക്ക് അവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പേസ്റ്റിനകത്ത് ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് ഒന്ന് ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറാനായിട്ടാണ്. അപ്പം നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു കുഴമ്പ് മാതിരിയാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആ മുരിങ്ങയിലയുടെ പച്ച നിറം മാറാനായിട്ട് പാടില്ല. അതുപോലെ നമ്മളിട്ടങ്ങ് വഴറ്റി ശരിയാക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ച ഇല അതുപോലെ തന്നെ ആ ഒരു പച്ച അങ്ങനെ തന്നെ കാണണം. ഈ മുരിങ്ങയില പണ്ട് ഞാൻ കൊച്ചായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ മുരിങ്ങ ഉണ്ടായിരുന്നു. അപ്പം മിക്ക ദിവസങ്ങളിലും എൻ്റെ വീട്ടിൽ ഇങ്ങനെ മുരിങ്ങയില ഇട്ട് കറി വെക്കുമായിരുന്നു. മുരിങ്ങയില വഴറ്റി നല്ല സ്വാദായിരുന്നു അത് കഴിക്കാനായിട്ട്. ഈ കറി തന്നെ മതി, നമുക്ക് എന്തുമാത്രം ചോറ് വേണമെങ്കിലും കഴിക്കാം, അത്രയ്ക്ക് സ്വാദാണ്. അങ്ങനെ കൂട്ടുകാരെ, നല്ല സ്വാദിഷ്ടമായ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കൂട്ടുകാരെ, എല്ലാവരും നമുക്ക് ചോറുണ്ണാം. കണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.